വിശദമായ വാർത്തകളിലേക്ക്. അരുംകൊലകളുടെ ഞായറാഴ്ച കൂടിയാണ് ഈ ഒരു ഞായറാഴ്ച എന്നുകൂടി എടുത്ത് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യ വാർത്ത തന്നെ അല്പം സങ്കടകരമായ ഒരു വാർത്തയാണ്. തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. വട്ടപ്പാറ കുറ്റ്യാനി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ആഹാരം നൽകാനെത്തിയ മരുമകളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നു. വിനയ, എന്താണ് സംഭവം? എന്താണ് ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ? കാളിദാസ്, ഇന്ന് ഉച്ചയോടെയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. തിരുവനന്തപുരം വട്ടപ്പാറയിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചത്. ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഭർത്താവ് തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വട്ടപ്പാറ കുറ്റ്യാനി സ്വദേശിയായിട്ടുള്ള ബാലചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. തുടർന്ന് ഉച്ചയോടെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മരുമകൾ എത്തിയ സമയത്താണ് ഇവർ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഈ മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളടക്കം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാനമായും എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നതിൽ ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമല്ല. പോലീസ് പറയുന്നതനുസരിച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഭർത്താവ് തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഭാര്യ കഴിഞ്ഞ 3 വർഷമായി പാർക്കിൻസൺസ് രോഗം മൂലം കിടപ്പിലായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇനി എന്തിന്റെ കാരണം മൂലമാണ് ഈ ഭാര്യയെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് എന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാളിദാസ്, ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പോലീസ് അധികൃതർ എത്തിയ ശേഷം അവിടുന്ന് എന്തെങ്കിലും സാഹചര്യ തെളിവുകൾ ലഭിച്ചതായി അധികൃതർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പ് തരത്തിൽ ആത്മഹത്യാ കുറിപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യ തെളിവുകൾ ലഭിച്ചതായി അധികൃതർ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ നാട്ടുകാരും കൂടാതെ വീട്ടുകാരും പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കഴിഞ്ഞ 3 വർഷമായി ഭാര്യ ഒരു രോഗം പിടിപെട്ടത് മൂലം കിടപ്പിലാണ്. ഇനി അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ കിടപ്പ് അല്ലെങ്കിൽ ഭാര്യയെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള രീതിയിലാണ് പോലീസ് ഇപ്പോൾ എന്തായാലും പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുടുംബമൊന്നുമല്ല എന്നാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി വീട്ടുകാരുടെയും നാട്ടുകാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. എന്തെങ്കിലും തരത്തിലുള്ള സ്വാഭാവികതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ അടക്കം ആരംഭിക്കുക. ഇന്ന് ഉച്ചയോടെയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. കാളിദാസ്, ശരി വിനയ, അപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇനിയും മറ്റുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോലീസ് കടന്നിരിക്കുന്നു അല്ലെ? ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായിരിക്കുന്നു അല്ലെ? തീർച്ചയായും കാളിദാസ്, എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. അതായത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം വല്ലതുമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും ഇനിയും പുറത്തു വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളടക്കം ഇനിയും പുറത്തു വരാനുണ്ട്. എന്താണ് അല്ലെങ്കിൽ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടക്കം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കാളിദാസ്, ശരി. തിരുവനന്തപുരം വട്ടപ്പാറയിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചത്. വട്ടപ്പാറ കുറ്റ്യാനി സ്വദേശികളാണ് ഭർത്താവായ ബാലചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. പോലീസ് അധികൃതർ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി സാഹചര്യ തെളിവ് ശേഖരണമടക്കം പ്രദേശവാസികളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇരുവരും തമ്മിൽ അത്തരത്തിലുള്ള വഴക്കോ ബഹളമോ ഒന്നും ഇല്ലായിരുന്നു എന്ന തരത്തിലാണ് പ്രദേശവാസികളും സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു സംഭവ സ്ഥലത്തു നിന്നും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും അധികൃതർ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.